ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൽഫോസ് മലയാളം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വർക്ക് ഫ്ലോ റൂൾസിനകത്തെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയെക്കുറിച്ചാണ്. സോ വർക്ക് ഫ്ലോ റൂൾസ് എന്തൊക്കെയാണെന്നും അതിനകത്ത് എങ്ങനെയാണ് വർക്ക് ഫ്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വർക്ക് ഫ്ലോയിലെ ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്ന പോർഷനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്നും ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലെ ചേഞ്ചസുകൾ വരുത്തുമ്പോൾ അത് സെയിൽഫോഴ്സിലെ ഫങ്ഷണാലിറ്റി അത് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്നും നമുക്ക് നോക്കാം. So once again, welcome back to Salesforce Malayalam. നമുക്കൊരു വർക്ക് ഫ്ലോ ഓപ്പൺ ചെയ്യാം. വർക്ക് ഫ്ലോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്നും പറയുന്ന പോലെ തന്നെ സെറ്റപ്പ് മെനുവിൽ നിന്ന് നമുക്ക് സെറ്റപ്പ് എടുക്കാം. സെറ്റപ്പിനകത്ത് ഇവിടെ നമുക്ക് വർക്ക് ഫ്ലോ എന്ന് സെർച്ച് ചെയ്യാം. വർക്ക് ഫ്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഫ്ലോ റൂൾസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വർക്ക് ഫ്ലോ റൂൾസ്, അതായത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്ക് ഫ്ലോസ് എല്ലാം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടുന്ന് കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ഉള്ള വർക്ക് ഫ്ലോ ഏതാണെന്നോ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇമെയിൽ ഫ്ലോ അടപ്പുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വർക്ക് ഫ്ലോ റൂൾസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആദ്യം അതിൻ്റെ പേര്, മറ്റൊന്ന് ഏത് ഒബ്ജക്റ്റിലാണ് ഈ ഒരു വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ആവുന്നത്, അതുപോലെ അത് ആക്റ്റീവ് ആണോ അല്ലയോ, പിന്നെ അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ, പിന്നീട് അതിൻ്റെ ക്രൈറ്റീരിയ, ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു റൂള് എക്സിക്യൂട്ട് ആവേണ്ടത്, പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന എന്നാണ്, മോഡിഫൈ ചെയ്തേക്കുന്ന ആരാണ്, തുടങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നതെന്ന് കാണാൻ പറ്റും. നമുക്ക് കാണാൻ ഇവിടെ 2 ആക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൻഡ് ആൻ ഇമെയിൽ, മറ്റൊന്ന് അതിൻ്റെ ഫീൽഡ് അപ്ഡേറ്റ്. അതായത് ഇവിടെ കൊടുത്തേക്കുന്നത്, ഇപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ് ഈ വർക്ക് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എപ്പോഴാണോ അക്കൗണ്ടിൻ്റെ റെക്കോർഡ് ആക്ടിവേറ്റ് ആവുന്നത് ആ സമയത്ത് എന്ത് സംഭവിക്കും, ഒരു ഇമെയിൽ അലർട്ടും അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഫീൽഡായ റേറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡ് ഹോട്ടായിട്ടും ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വർക്ക് ഫ്ലോ ചെയ്യുന്നത്. നമുക്കിതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ. അതായത് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റഡ് എന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റഡ് മാത്രം സെലക്ട് ചെയ്താൽ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്ന റെക്കോർഡിലെ ആക്റ്റീവ് എന്ന് പറയുന്ന ഫീൽഡ് യെസ് ആകുന്നത്, അന്നേരം അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ എക്സിക്യൂട്ട് ആവും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. സോ ഞാനിതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. സോ ഞാനിത് ക്യാൻസൽ ചെയ്തു. നമുക്കിവിടെ കാണാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവാണ്. സോ ഇത് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അക്കൗണ്ടിലേക്ക് പോവാം. അക്കൗണ്ട്, ഓക്കെ. സോ അക്കൗണ്ട്സ് നമുക്കൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് അവിടെ എഴുതിയേക്കുന്നത്, അക്കൗണ്ട് എപ്പോഴാണോ ആക്റ്റീവ് ആകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണ്, ഇത് എഡിറ്റ് ചെയ്താൽ കാണാം, എന്താണ് ക്രിയേറ്റഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. വിച്ച് മീൻസ് എപ്പോഴാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം മാത്രമേ ഇത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഓൾറെഡി ഉള്ളൊരു അക്കൗണ്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഞാൻ ഓൾ അക്കൗണ്ട് എടുത്തു. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് എടുക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടോ, ഇപ്പം ഇതുണ്ടോ, റേറ്റിംഗ് ഇതിൽ കോൾഡ് എന്നാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്റ്റീവ് യെസ് ആണ്. ഞാനിതിനെ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇത് നോ ആക്കാം. സോ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ആക്റ്റീവ് അല്ല, ഫൈൻ. ഇനി ഞാനിതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ് വീണ്ടും. സോ വീണ്ടും ഞാനത് എഡിറ്റ് ചെയ്തു. സോ ഞാനിത് ആക്ടിവേറ്റ് ചെയ്യണം. സോ ആക്റ്റീവ് ബട്ടൺ യെസ് എടുത്തു. ഇപ്പം നോക്കിക്കേ, നമ്മൾ ക്രൈറ്റീരിയ വെച്ചിട്ട് എപ്പോഴാണോ ആക്റ്റീവ് ബട്ടൺ ഈക്വൽ ടു യെസ് വരുന്നത്, അതായത് ഇതെപ്പോഴാണോ യെസ് ആവുന്നത്, അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്താൽ ആ ഒരു വർക്ക് ഫ്ലോ ട്രിഗർ ആകുകയും റേറ്റിംഗ് ഞാൻ അവിടെ നിന്ന് ഹോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാവുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അതാവുന്നില്ല. എന്തുകൊണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ക്രിയേറ്റഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ മാത്രമാണ് കൊടുത്തേക്കുന്നത്. അതായത് പുതുതായിട്ടൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ അക്കൗണ്ടിൽ വന്നു, പുതുതായിട്ട് റെക്കോർഡ് എടുത്തു. എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ ഞാൻ മൈ അക്കൗണ്ട്, ഇപ്പം നമുക്ക് ഒരു നമ്പർ എടുക്കാം. അപ്പം 30 എന്ന് പറയുന്ന നമ്പർ എടുത്തു. എന്നിട്ട് കണ്ടീഷൻ നമുക്ക് എന്താ പറയുന്നത്, സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് ആക്റ്റീവ് എന്താവണം, യെസ് ആവണം. സോ ഞാൻ യെസ് എന്ന് കൊടുത്തു. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ റേറ്റിംഗ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ സേവ് ചെയ്യുമ്പോൾ
ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡീറ്റെയിൽസിൽ റേറ്റിംഗ് ഹോട്ട് എന്ന് സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് എപ്പോഴാണോ എൻ്റെ അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റഡ് ആവുന്നത് അന്നേരം മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓൾ റൈറ്റ്. ഇനി അതല്ല, ഞാൻ എൻ്റെ കണ്ടീഷൻ മാറ്റുകയാണ്. അതായത് ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇത് എന്താ പറഞ്ഞേക്കുന്നത്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് അതായത് ക്രിയേറ്റഡ് ആൻഡ് എവറി ടൈം ഈസ് എഡിറ്റഡ്. ഓക്കെ, നമുക്കിത് നോക്കാം. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാനിത് പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. മൈ അക്കൗണ്ട് 31. ഓക്കെ, റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നില്ല, നമുക്ക് ആക്റ്റീവ് യെസ് ആക്കാം. സോ പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം എന്ത് സംഭവിക്കും, ലെറ്റ്സ് സി. റേറ്റിങ്ങിൻ്റെ വാല്യൂ നോക്കാം. നമുക്കിവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, ഹോട്ട് എന്ന് വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് അതായത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു വർക്ക് ഫ്ലോ ട്രിഗർ ആകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്താ കൊടുത്തേക്കുന്നത്, ക്രിയേറ്റഡ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് എവറി ടൈം ഇറ്റ്സ് എഡിറ്റഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നമുക്ക് എക്സ്പ്രസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് എടുക്കാം. ഇവിടെ നമ്മളിതിനെ ഇവിടുന്ന് ഡീറ്റെയിൽ ടാബിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാം സ്റ്റേറ്റസ് കോൾഡ് ആണ്, അറ്റ് ദ സെയിം ടൈം ആക്റ്റീവ് ആണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ ആക്റ്റീവ് അല്ലാതാക്കുകയാണ്. ദാറ്റ് മീൻസ് എൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് തന്നെ അവിടെ കോൾഡ് മാറുന്നില്ല. അതേസമയം ഞാനിത് വീണ്ടും മാറ്റി അത് യെസ് കൊടുക്കുന്നു. സോ ഇപ്പം നോക്കിക്കേ, ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊരു പുതിയൊരു അക്കൗണ്ട് അല്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ആവും, നമുക്ക് റേറ്റിംഗ് ഹോട്ടെന്ന് കിട്ടുന്നുണ്ട്. കാരണം എന്താ, നമ്മളിപ്പോൾ രണ്ടാമത്തെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് എവറി ടൈം ഇറ്റ്സ് എഡിറ്റഡ്, അതായത് ഓരോ തവണ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് ഹോട്ടായി, ഞാൻ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇതിനകത്ത് കൺട്രി ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഇന്ത്യ എന്ന് കൊടുത്തു. ഞാൻ ഇതിനകത്ത് ഒരു ചേഞ്ചസും വരുത്തുന്നില്ല, ബട്ട് സ്റ്റിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആ കൺട്രി അപ്ഡേറ്റ് ആകുമ്പോഴും ഈ റേറ്റിംഗ് അഥവാ ഞാൻ കൊടുത്തേക്കുന്ന ഈ ഒരു വർക്ക് ഫ്ലോ റൂള് വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഫീൽഡ് അപ്ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതേസമയം തിങ്ക് അബൌട്ട്, അതിന് പകരം നമ്മളൊരു ഇമെയിൽ ട്രിഗറാണ് കൊടുത്തേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ട് റെക്കോർഡ് എപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഇതിൻ്റെ ഓണറിന് ആ ഒരു ഇമെയിൽ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു ഡിസ്റ്റർബൻസ് ആണല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷനിലാണ് നമുക്കെന്ത് ഈ മൂന്നാമത്തെ ഈ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയയുടെ ആവശ്യം വരുന്നത്. അതായത് ക്രിയേറ്റഡ് ആൻഡ് എവറി ടൈം ഇറ്റ്സ് എഡിറ്റഡ് ടു സബ്സിക്വൻ്റ്ലി മീറ്റ് ദ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്ക്. സോ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ സേവ് ചെയ്തു. ഇപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഞാനിപ്പോൾ അക്കൗണ്ടിൽ വന്നു. ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഡു ദിസ്. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ മൈ അക്കൗണ്ട് 32. ഓക്കെ, ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഇതിനകത്ത് ഞാനിവിടെ തൽക്കാലം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. സപ്പോസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേറ്റിംഗ് മാറേണ്ടതാണല്ലോ അല്ലേ. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അതിൻ്റെ റേറ്റിംഗ് മാറി ഹോട്ട് എന്ന് ആയി. കൂൾ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇത് മാറ്റാം. ഉദാഹരണം ഞാനിത് മാറ്റി വോം എന്നാക്കി. അതുപോലെ തന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഞാൻ മാറ്റി സേവ് ചെയ്തു. ഇറ്റ്സ് ഫൈൻ, കാരണം അത് വോം എന്നായി, കാരണം ക്രൈറ്റീരിയ തെറ്റിയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഞാൻ വേറൊരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻഡസ്ട്രി അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനിതിനെ വീണ്ടും എൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, യെസ് എന്നാക്കി, യെസ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഹോട്ടെന്ന് അപ്ഡേറ്റ് ആയി. ഇനി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ വേറൊരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റസ് SL എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഗോൾഡ് എന്ന് എഴുതി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ബേസിക്കലി വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിത് മാറ്റാം, ഇത് മാത്രം മാറ്റാം. ഇപ്പോൾ വോം ആക്കി ഞാൻ സേവ് ചെയ്തു. ഇറ്റ് ഈസ് വോം. പക്ഷേ അതേസമയം ആക്റ്റീവ് എന്ന് പറയുന്നത് എസ് ആണ്. ഇവിടെ നോക്കൂ, ആക്റ്റീവ് എസ് ആണ്. ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ ദി ഇൻഡസ്ട്രി ഞാൻ മാറ്റി. ഇവിടുന്ന് ഞാൻ ബാങ്കിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. സാധാരണ നേരത്തെ കേസായിരുന്നെങ്കിൽ, അതായത് തൊട്ട് മുമ്പ് നമ്മൾ കൊടുത്ത എവറി ടൈം
ഇറ്റ്സ് എഡിറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ആക്റ്റീവ് എസ് ആകുമ്പോഴൊക്കെ തന്നെ ഈ ഒരു റേറ്റിംഗ് മാറി ഹോട്ട് എന്ന് കാണിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ വേറെ എപ്പോഴും ഞാൻ ഇതിനകത്ത് വേറെ ഏത് ഫീൽഡ് അപ്ഡേറ്റ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ ഫാക്സിൻ്റെ ഒരു നമ്പർ എടുത്തു, സെയിം ടൈം നോക്കിക്കോ വാല്യുവേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ആക്റ്റീവ് ആണ് ഇപ്പം. അപ്പോൾ സേവ് ചെയ്താൽ പക്ഷേ അതേസമയം ഇവിടെ വോം എന്ന് പറയുന്ന സാധനം മാറി ഹോട്ട് ആവുന്നില്ല, വിച്ച് മീൻസ് ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ വർക്ക് ഫ്ലോ ട്രിഗർ ആകുന്നില്ല. ഇനി ഇത് ട്രിഗർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ സബ്സിക്വൻ്റ്ലി മീറ്റ് ദ ക്രൈറ്റീരിയ എന്ന് എഴുതിയേക്കുന്നത്. അതായത് ഞാൻ ഇതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതാവണം. ഇപ്പോൾ എന്താ ചെയ്തു, ആക്റ്റീവ് എന്ന് പറയുന്നത് നോ ആയി, ഇത് ചെയ്യാതെയായി, അതായത് ക്രൈറ്റീരിയ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ഇത് മീറ്റ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ബാങ്കിങ് മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ആയി എന്നിട്ട് സേവ് ചെയ്താൽ അതിൻ്റെ ക്രൈറ്റീരിയ ഇപ്പം മീറ്റ് ആവുന്നില്ല, അപ്പം മീറ്റ് ആവാത്തിടത്തോളം അത് ട്രിഗർ ആവില്ല. പക്ഷേ ഇനി എപ്പോഴെങ്കിലും ഇത് മീറ്റ് ആവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എപ്പോഴെങ്കിലും എൻ്റെ ആക്റ്റീവ് എന്ന് പറയുന്നത് യെസ്സും അതുപോലെ മറ്റെന്തെങ്കിലും ഒരു ഫീൽഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, ഞാൻ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അന്നേരം ഈ റേറ്റിംഗ് എന്താവും, നൗ എന്ത് സംഭവിക്കും, അത് ഹോട്ടെന്ന് ആകും. കാരണം എന്താണ്, ഇപ്പോഴാണ് ക്രൈറ്റീരിയ മീറ്റ് ആയത്. ഒന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ ഈ ക്രൈറ്റീരിയ ഇതേപോലെ നിലനിർത്തുകയാണ്, അതായത് ക്രൈറ്റീരിയ ഇപ്പോഴും ട്രൂ ആണ്, പക്ഷേ ഞാൻ മറ്റെന്തോ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഫീൽഡ് ഗോൾഡ് എന്ന് മാറ്റി പ്ലാറ്റിനം എന്നാക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹോട്ടിനെ ഞാൻ വാമാക്കി. സോ ബേസിക്കലി എന്താ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഹോട്ട് ആവേണ്ടതാണ്, പക്ഷേ ഇവിടെ ഹോട്ട് ആവില്ല, വാം തന്നെയാണ്. കാരണം എന്താണ്, ഈ ക്രൈറ്റീരിയ ഇപ്പോഴും സാറ്റിസ്ഫൈ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അൺടിൽ അൺലെസ് അത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് നിർത്തി, അതായത് അത് ക്രൈറ്റീരിയ തെറ്റിയതിന് ശേഷം വീണ്ടും അത് മീറ്റ് ചെയ്താൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഞാൻ വീണ്ടും ഇത് ഗോൾഡ് ആക്കി, പക്ഷേ ക്രൈറ്റീരിയയിൽ ഒരു വ്യത്യാസവും വരുത്തിയില്ലെങ്കിൽ ഇതെന്താവില്ല, ട്രിഗർ ആവില്ല. യു സീ ദിസ്? ഓക്കെ, ഇനിയിപ്പോൾ അത് ട്രിഗർ ആവണമെങ്കിൽ അത് വീണ്ടും ക്രൈറ്റീരിയ മീറ്റ് ആവണം. അത് ക്രൈറ്റീരിയ തെറ്റുമ്പോൾ എന്തായാലും വരില്ല, അത് നമുക്കറിയാം. എന്നിട്ട് വീണ്ടും അത് മീറ്റ് ആവണം. ഇപ്പോൾ അത് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.